ഞാൻ ഈ HDFC ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. റെഗുലർ കറണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത്. അതിൻ്റെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 10,000 രൂപയാണ്. പക്ഷേ എനിക്ക് ആ ഒരു അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് NEFT ഉപയോഗിച്ച് RTGS വഴിയും IMPS വഴിയൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ടത് UPI സെറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. നമ്മൾ കൂടുതൽ നടത്തുന്നത് UPI ട്രാൻസാക്ഷനാണ്. സോ നമ്മുടെ അക്കൗണ്ടിൽ UPI സെറ്റ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ആവശ്യമായിട്ടുണ്ട്. നോർമലി നമ്മളുടെ ഡെബിറ്റ് കാർഡ് നമ്പർ, അവസാനത്തെ 6 ഡിജിറ്റ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന പിൻ എന്നിവയുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ അക്കൗണ്ട് UPI ആയിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. HDFC ബാങ്കിനാണെങ്കിൽ അവർക്ക് വിർച്വൽ ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നമ്മുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും UPI സെറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു കാർഡ് നമ്പർ, CVV, എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാർഡൊന്നും നമുക്ക് വിർച്വലി നമുക്ക് HDFC ബാങ്കിൽ കിട്ടുന്നില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ആധാർ ബേസ്ഡ് OTP ഉപയോഗിച്ച് നമ്മളുടെ അക്കൗണ്ട് UPI ആയിട്ട് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡ് കയ്യിൽ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല. എന്നാൽ എൻ്റെ കേസിൽ എനിക്കത് പോസിബിൾ അല്ല. HDFC ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഡെലിവറി ചെയ്യുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം HDFC ബാങ്ക് ആധാർ ബേസ്ഡ് OTP ഉപയോഗിച്ച് നമ്മളുടെ അക്കൗണ്ട് UPI ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി നൽകുന്നില്ല. ഏതൊക്കെ ബാങ്കുകൾ ആ ഒരു ഫെസിലിറ്റി നൽകുന്നുണ്ട്, ഈ ഒരു ഫെസിലിറ്റി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ ക്രൈറ്റീരിയയാണ് മീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആ ഒരു അക്കൗണ്ടിൽ നമുക്ക് UPI ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ UPI ആയിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് വരുന്നത് നമ്മളുടെ ഡെബിറ്റ് കാർഡാണ്. നമ്മളുടെ ഡെബിറ്റ് കാർഡിന് ഒരു 16 ഡിജിറ്റ് നമ്പർ ഉണ്ടാകും. അതിൽ അവസാനത്തെ 6 ഡിജിറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇൻഫർമേഷനും നമ്മൾ നൽകണം. ശേഷം നമ്മളുടെ ബാങ്കിൽ നിന്ന് നമുക്കൊരു OTP വരും. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് നമുക്ക് ഒരു UPI PIN സെറ്റ് ചെയ്യാം. ചില ബാങ്കുകളിൽ UPI PIN എന്ന് പറയുന്നത് 4 ഡിജിറ്റ് ആണ്, ചില ബാങ്കുകളിൽ 6 ഡിജിറ്റ് ആണ്. അങ്ങനെ UPI PIN സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ UPI ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമുക്ക് ആ ഒരു അക്കൗണ്ടിൽ നിന്നും UPI ട്രാൻസാക്ഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. UPI ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു UPI PIN ഉപയോഗിച്ചാണ് നമ്മൾ ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന മറ്റൊരു മെത്തേഡാണ് ആധാർ ബേസ്ഡ് OTP ഉപയോഗിച്ച് UPI രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ ഡെബിറ്റ് കാർഡ് നമ്പറിന് പകരം നമുക്ക് വേണ്ടത് ആധാറിൻ്റെ ആദ്യത്തെ 6 ഡിജിറ്റ് നമ്പറാണ്. ആ ഒരു 6 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് UIDയുടെ ഒരു OTP വരും. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് നൽകുക. അതിന് കൂട്ടത്തിൽ നമുക്ക് ബാങ്കിൽ നിന്ന് കൂടി OTP വരും. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് നൽകുമ്പോൾ നമുക്ക് UPI PIN സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. സോ നമുക്ക് ഒരു 4 ഡിജിറ്റ് UPI PIN ഇല്ലെങ്കിൽ 6 ഡിജിറ്റ് UPI PIN സെറ്റ് ചെയ്ത് നമുക്ക് സക്സസ്ഫുള്ളി നമ്മളുടെ അക്കൗണ്ട് UPI ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് സാധാരണ ചെയ്യുന്നത് പോലെ നമ്മളുടെ UPI PIN എൻ്റർ ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് UIDയുടെ OTP നമ്മളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന് അത് എൻ്റർ ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപയോഗിച്ചാണ് ഇവിടെ വെരിഫിക്കേഷൻ നടക്കുന്നത്. പിന്നെ നമ്മളുടെ ആ ഒരു സെയിം നമ്പർ തന്നെയായിരിക്കണം നമ്മൾ ബാങ്കിലും ലിങ്ക് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന സെയിം മൊബൈൽ നമ്പർ തന്നെയായിരിക്കും ബാങ്കിലും ലിങ്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ആധാറും ലിങ്ക് ചെയ്തിരിക്കണം. ഈ ഒരു 3 ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആധാർ ബേസ്ഡ് OTP ഉപയോഗിച്ച് UPI നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഈ ഒരു ആധാർ OTP ബേസ്ഡ് UPI രജിസ്ട്രേഷൻ എല്ലാ ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരള ഗ്രാമീൺ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കർണാടക ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, കത്തോലിക് സിറിയൻ ബാങ്ക്, ഇൻഡസൻ ബാങ്ക്, കർണാടക ഗ്രാമീൺ ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക്, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, തമിഴ്നാട് മർച്ചൻറ്റൈസ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, രാജസ്ഥാൻ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, പിന്നെ യൂക്കോ ബാങ്ക്, ദ കോസ്മോസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, പേടിഎം പേയ്മെന്റ്സ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ജിയോ പേയ്മെന്റ്സ് ബാങ്ക് എന്നീ ബാങ്കുകളാണ് ഇപ്പോൾ നിലവിൽ ആധാർ ഉപയോഗിച്ച് നമുക്ക് UPI സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നത്. സോ ഈ പറഞ്ഞ ബാങ്കുകളിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് UPI സെറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോൺ പേയിലേക്ക് ഈ ഒരു സൗകര്യം വന്നിട്ട് കുറേ ആയി. ഇപ്പോൾ നിലവിൽ GPayയിലും വന്നിട്ടുണ്ട്. GPayയിലാണെങ്കിലും ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് UPI സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. കാരണം HDFC ബാങ്ക് നിലവിൽ ഈ ഒരു ആധാർ ബേസ്ഡ് OTP ഉപയോഗിച്ച് UPI സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നില്ല. ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ HDFC ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലെ ഡെബിറ്റ് കാർഡ് സെക്ഷനിലും അതിൻ്റെ ഇൻഫർമേഷൻ വരും. പക്ഷേ നമ്മളുടെ കാർഡിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് അതുപോലെ തന്നെ അവസാനത്തെ 4 ഡിജിറ്റ്
അത്രയും ഇൻഫർമേഷൻസ് വരികയുള്ളൂ. നമുക്ക് ആക്ച്വലി പിന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ, അതായത് UPI പിന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടത് അവസാനത്തെ 6 ഡിജിറ്റ് ആണ്. ആ ഒരു 6 ഡിജിറ്റ് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും വേണം. സോ ഇൻഫർമേഷൻസ് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി HDFC ബാങ്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുകയില്ല. സോ ഡെബിറ്റ് കാർഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വൈകാതെ HDFC ബാങ്കും ആധാർ OTP ബേസ്ഡ് UPI രജിസ്ട്രേഷൻ സംവിധാനം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി